Shizu's Kids World, a complete kids channel. ദിനോസറുകൾ. ഭൂമിയുടെ പ്രാചീന ഭരണാധികാരികൾ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന വലിയ ജീവികളാണ് ദിനോസറുകൾ. ദിനോസർ എന്ന വാക്കിന് ഭയങ്കരമായ പല്ലി അല്ലെങ്കിൽ ഭീകരമായ ഉരകം എന്നൊക്കെയാണ് അർത്ഥം. അവ ഒരുപാട് കാലം ഭൂമി ഭരിച്ചു. ദിനോസറുകളുടെ കാലഘട്ടം. മെസോസോയിക് യുഗം. ദിനോസറുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ മെസോസോയിക് യുഗം എന്നാണ് പറയുന്നത്. ഈ യുഗത്തെ 3 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ട്രയാസിക് കാലഘട്ടം ഏകദേശം 252 മുതൽ 201 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപേ വരെ. ദിനോസറുകൾ ആദ്യമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ കാലഘട്ടത്തിന്റെ മധ്യത്തിലോ അവസാനത്തിലോ ആണ്. തുടക്കത്തിൽ ഇവ ചെറുതും വേഗത്തിൽ ഓടുന്നവയുമായിരുന്നു. ചില പ്രധാന ദിനോസറുകൾ: കൊയലോഫൈസിസ്, ഹെരേരാസൗറസ്. ഈ കാലഘട്ടത്തിൽ മറ്റു വലിയ ഉരകങ്ങളും സസ്തനികളും ഉണ്ടായിരുന്നു. ജുറാസിക് കാലഘട്ടം ഏകദേശം 201 മുതൽ 145 ദശലക്ഷം വർഷം മുൻപേ വരെ. ദിനോസറുകൾ വലുതാകാനും എണ്ണം കൂടാനും തുടങ്ങിയ കാലഘട്ടമാണിത്. വലിയ കഴുത്തുള്ള സസ്യഭോജികളായ ദിനോസറുകൾ ഈ കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. പ്രധാന ദിനോസറുകൾ: ബ്രക്കിയോസൗറസ്, വളരെ വലിയ കഴുത്തുള്ള ഉയരം കൂടിയ സസ്യഭോജി. അപ്പാറ്റോസൗറസ്, മുമ്പ് ബ്രോണ്ടോസൗറസ് എന്നറിയപ്പെട്ടിരുന്ന വലിയ സസ്യഭോജി. ഡിപ്ലോഡോക്കസ്, നീണ്ട കഴുത്തും വാലുമുള്ള മറ്റൊരു സസ്യഭോജി. അല്ലോസൗറസ്, ജുറാസിക് കാലഘട്ടത്തിലെ പ്രധാന മാംസഭോജി ദിനോസർ. അടുത്തത് ക്രിറ്റേഷ്യസ് കാലഘട്ടം ഏകദേശം 145 മുതൽ 66 ദശലക്ഷം വർഷം മുൻപേ വരെ. ദിനോസറുകൾ ഏറ്റവും കൂടുതൽ വൈവിധ്യം കാണിക്കുകയും വലിപ്പം കൂടുകയും ചെയ്ത കാലഘട്ടമാണിത്. പ്രധാന ദിനോസറുകൾ: ടൈറനോസൗറസ് റെക്സ്, ഏറ്റവും പ്രശസ്തനായ ഭയങ്കരനായ മാംസഭോജി. ട്രൈസെറാടോപ്സ്, 3 കൊമ്പുകളുള്ള സസ്യഭോജി. വെലോസിറാപ്റ്റർ, വേഗത്തിൽ ഓടുന്ന ബുദ്ധിശാലിയായ മാംസഭോജി. അങ്കിലോസൗറസ്, ശരീരത്തിൽ കവചമുള്ള സസ്യഭോജി. പാർക്കിച്ചെഫലോസൗറസ്, കട്ടിയുള്ള തലയോടുകൂടിയ ദിനോസർ. ദിനോസറുകളുടെ പ്രധാന തരങ്ങൾ. ദിനോസറുകളെ പ്രധാനമായും അവയുടെ ആഹാര രീതി അനുസരിച്ച് 2ആയി തിരിക്കാം. സസ്യഭോജികൾ: സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ദിനോസറുകൾ. ഉദാഹരണം: ബ്രക്കിയോസൗറസ്, ട്രൈസെറാടോപ്സ്, സ്റ്റെഗോസൗറസ് തുടങ്ങിയവ. പുറത്ത് വലിയ പ്ലേറ്റുകളുള്ള ദിനോസർ. ഇവയ്ക്ക് വലിയ ശരീരവും ചിലപ്പോൾ കഴുത്തിന് വലിയ നീളവും കൂട്ടമായി സഞ്ചരിക്കുന്ന ശീലവും ഉണ്ടായിരുന്നു. മാംസഭോജികൾ: മറ്റു മൃഗങ്ങളെയും ദിനോസറുകളെയും പിടിച്ചു നിന്ന ദിനോസറുകൾ. ഉദാഹരണം: ടീറെക്സ്, വെലോസിറാപ്റ്റർ, അല്ലോസൗറസ് എന്നിവ. ഇവയ്ക്ക് മൂർച്ചയുള്ള പല്ലുകളും ശക്തിയുള്ള താടിയെല്ലുകളും വേഗത്തിൽ ഓടാനുള്ള കഴിവും ഉണ്ടായിരുന്നു. ചിലപ്പോൾ കൂട്ടമായി ഇര തേടിയിരുന്നു. ദിനോസറുകളുടെ അന്ത്യം ഏകദേശം 66 ദശലക്ഷം വർഷം മുൻപ്. അതായത് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനം ഏകദേശം 66 ദശലക്ഷം വർഷം മുൻപ് ദിനോസറുകൾക്ക് കൂട്ടനാശം സംഭവിച്ചു. ഒരു വലിയ ഛിന്നഗ്രഹം ഭൂമിയിൽ ഇടിച്ചതാണ് ഇതിന് പ്രധാന കാരണം എന്ന് കരുതപ്പെടുന്നു.
ഈ കൂട്ടിയിടി കാരണം ഭൂമിയിൽ വലിയ പൊടിപടലങ്ങളും കാലാവസ്ഥാ മാറ്റങ്ങളും ഉണ്ടായി. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താതാവുകയും സസ്യങ്ങൾ നശിക്കുകയും ചെയ്തു. ഇത് സസ്യഭോജികളെയും പിന്നീട് മാംസഭോജികളെയും ഇല്ലാതാക്കി. എങ്കിലും ദിനോസറുകളുടെ പിൻഗാമികൾ എന്ന് കരുതപ്പെടുന്ന പക്ഷികൾ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട്. ദിനോസറുകളെ കുറിച്ച് പഠിക്കുന്നത് വളരെ രസകരമാണ്, അല്ലേ? അവയുടെ ഫോസിലുകൾ, പുരാതന അസ്ഥികൂടങ്ങൾ, അവയുടെ ഫോസിലുകൾ കണ്ടെത്തുന്നത് ഇപ്പോഴും തുടരുന്നു. ഓരോ കണ്ടെത്തലുകളും അവയെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നു.